കേരളത്തിൽ പൊതുവെ യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ് ഭൂരിപക്ഷം കിട്ടുകയെന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റ് ഒരു ഏജൻസിയെ വെച്ച് സർവേ നടത്തി കണ്ടുപിടിച്ചു. അവരുടെ സർവേ പ്രകാരം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫിന് 85, എൽ ഡി എഫിന് 54, എൻ ഡി എക്ക് 1 സീറ്റുകൾ കിട്ടാനാണ് സാധ്യത. ഏതായാലും എൻ ഡി എക്ക് 1 സീറ്റ് കിട്ടും എന്ന് പറഞ്ഞത് നന്നായി. കാരണം ഏഷ്യാനെറ്റിൻ്റെ പ്രധാന മുതലാളി രാജീവ് ചന്ദ്രശേഖർ അവർക്ക് ഏറ്റവും ജയസാധ്യതയുള്ള നേമം മണ്ഡലത്തിൽ മത്സരിക്കും എന്ന് നമ്മളെ നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നേമത്ത് രാജീവ് ചന്ദ്രശേഖർജി ജയിക്കും എന്ന് ഏഷ്യാനെറ്റ് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരെ പറയുക? മനോരമ പറയൂ, മാതൃഭൂമി പറയൂ, അല്ലെങ്കിൽ 24 ന്യൂസുകാർ പറയൂ, അതുപോലെ ട്രീ കട്ടർ ചാനലുകാർ പറയൂ, ആരും പറയില്ല. അപ്പോൾ ഏഷ്യാനെറ്റെങ്കിലും മുതലാളിയുടെ വിജയം പ്രവചിച്ചത് നന്നായി. ഏതായാലും വിജയം മുതലാളിയിൽ മാത്രം ഒതുങ്ങി നിൽക്കും എന്ന് പറഞ്ഞതിൽ പ്രത്യേകിച്ചും നമുക്ക് അവരോട് നന്ദിയുണ്ട്. മറ്റ് മുന്നണികളുടെ കാര്യം പറഞ്ഞാൽ 54 സീറ്റാണ് എൽ ഡി എഫിന്, 85 സീറ്റാണ് യു ഡി എഫിന്. ഇത് പറയാനായിട്ട് കേരള സംസ്ഥാനത്ത് യാതൊരു സർവേ നടത്തേണ്ട ആവശ്യമില്ല. വെറുതെ ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്താൽ മതി. അതല്ലെങ്കിൽ തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ വരെ, വേണ്ട തിരുവനന്തപുരം തൊട്ട് ഷൊർണൂർ വരെ ഒരു ട്രെയിനിൽ കയറി യാത്ര ചെയ്താൽ മതി. ഏത് ക്ലാസ്സിലായാലും കുഴപ്പമില്ല. അവിടെ ഇരിക്കുന്ന യാത്രക്കാർ രാഷ്ട്രീയത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചായ മക്കാനിയിൽ കയറി ഒരു ചായയും പരിപ്പോടെയും ഓർഡർ ചെയ്താൽ മതി. ആ ചായക്കടയിൽ ഇരിക്കുന്ന മറ്റ് കസ്റ്റമേഴ്സ് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു സർവേയുടെ ആവശ്യമില്ല. ഈ നാട്ടിൽ ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരെ വലിയ വികാരമുണ്ട്. ആൻറ്റി ഇൻകംബൻസി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ്. അതിൻ്റെ അർത്ഥം ഭരണം വളരെ മോശമാണെന്നുള്ളതല്ല. ഭരണം മോശമാണെങ്കിലും നല്ലതാണെങ്കിലും ആളുകൾക്ക് മടുത്തു, വെറുത്തു, മതിയായി എന്ന് പറയുന്നത് കൂടുതൽ ശരി. ഈ ഭരണം എങ്ങനെയെങ്കിലും അവസാനിച്ചാൽ മതി എന്നൊരു തോന്നൽ കോൺഗ്രസ്സുകാരുടെ ഇടയിലുണ്ട്, ലീഗുകാരുടെ ഇടയിലുണ്ട്, കേരള കോൺഗ്രസ്സുകാരുടെ ഇടയിലുണ്ട്, ബി ജെ പിക്കാരുടെ ഇടയിലുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇടതുപക്ഷക്കാരുടെ ഇടയിലുണ്ട്, സി പി എംകാരുടെയും സി പി ഐക്കാരുടെയും മറ്റ് എൻ സി പി, കോൺഗ്രസ് എസ് പോലുള്ള പാർട്ടിക്കാരുടെ ഇടയിലുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഭരണം ഇനിയും നീണ്ടുപോയാൽ, തുടർ ഭരണത്തിൻ്റെ സ്ഥാനത്ത് തുടർച്ചയായ ഭരണം ഉണ്ടായാൽ കേരളം ഏതാണ്ട് ബംഗാൾ പോലെ ആയിപ്പോകും എന്ന് ആളുകൾ വിചാരിക്കുന്നു. അത് ശരിയോ തെറ്റോ എന്നുള്ള വേറെ കാര്യമാണ്. പക്ഷേ ഇങ്ങനൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് എൽ ഡി എഫിൻ്റെ ഗൃഹസന്ദർശന പരിപാടി പാളീസായി പോയത്. ഓരോ വീട്ടിലും ചെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ, വികസന പ്രവർത്തനങ്ങളൊക്കെ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഗൃഹനായകൻ്റെ അല്ലെങ്കിൽ ഗൃഹനായികയുടെ മുഖം കടന്നൽ കുത്തിയ പോലെ. അപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് വരുന്നവൻ്റെ ഫ്ലോ നഷ്ടപ്പെടും. അപ്പോൾ ചേച്ചി പിന്നെ കാണാം, അല്ലെങ്കിൽ ചേട്ടാ പിന്നെ കാണാമെന്ന് പറഞ്ഞ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുന്ന അവസ്ഥയുണ്ടായി. ഇത് പാർട്ടി സഖാക്കളുടെ വീട്ടിലും ഇത് തന്നെയായിരുന്നു. ഗൃഹസന്ദർശന പരിപാടി വമ്പിച്ച പരാജയമായി തീർന്നു. അത് കഴിഞ്ഞ് നമ്മുടെ വികസന നേട്ടങ്ങൾ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നടത്തിയ 3 യാത്രകളുണ്ടായിരുന്നല്ലോ, മേഖലാ യാത്രകൾ, വികസന മുന്നേറ്റ യാത്രകൾ. ഒന്ന് ബിനോയ് വിശ്വം നയിച്ചാണ്, മറ്റത് ജോസ് കെ മാണി നയിച്ചാണ്, മൂന്നാമത്തത് സാക്ഷാൽ എം വി ഗോവിന്ദൻ നയിച്ചാണ്. അവർ പോയ സ്ഥലത്തൊക്കെ ജനത്തിൻ്റെ പ്രതികരണം തരും. പാർട്ടി സഖാക്കൾ ചിലരൊക്കെ ഇത് കേട്ട് കൈയടിച്ചു. ഈ കൈയടിച്ച സഖാക്കളുടെ തന്നെ കൈയടിക്കുന്ന സമയത്തുള്ള മുഖഭാവം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഏഷ്യാനെറ്റുകാർ വെറുതെ ബുദ്ധിമുട്ടി ഒരു സർവേ നടത്തേണ്ട ആവശ്യമില്ല. മനോരമയുടെ സർവേയിൽ കണ്ടതും ഏഷ്യാനെറ്റിൻ്റെ സർവേയിൽ കാണുന്നതും ഇനി മാതൃഭൂമിയുടെ സർവേയിൽ കാണാവുന്നതുമായ ഒരു കാര്യം ഭരണവിരുദ്ധ വികാരമാണ്. യു ഡി എഫിൻ്റെ മേന്മ കൊണ്ടല്ല ജനങ്ങൾ യു ഡി എഫിന് വോട്ട് ചെയ്യുന്നത്. ഈ സർക്കാർ പോയി കാണണമെന്ന അദമ്യമായ ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ സർവേ 100% അല്ല 101% ശരിയാണ്. ഏഷ്യാനെറ്റോ മനോരമയോ പ്രവചിക്കുന്ന സ്ഥലത്ത് യു ഡി എഫിൻ്റെ വിജയം പരിമിതപ്പെടുമോ എന്ന കാര്യത്തിൽ മാത്രമേ എനിക്ക് ആശങ്കയുള്ളൂ. എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് യു ഡി എഫിന് എങ്ങനെ പോയാലും 90 സീറ്റ് കിട്ടും. ഒരു അനുകൂല സാഹചര്യത്തിൽ, അതായത് കോൺഗ്രസ്സുകാർ ലീഗുകാർ പരസ്പരം കാലുവാരാത്ത സാഹചര്യത്തിൽ, കോൺഗ്രസ്സുകാർ തന്നെ സ്വന്തം പാർട്ടിക്കാരുടെ കുതികാല് വെട്ടിയില്ലെങ്കിൽ അത് 110 സീറ്റ് വരെ പോയാലും അത്ഭുതപ്പെടാനില്ല. 2001 ശ്രീ എ കെ ആന്റണിയുടെ നേതൃത്വത്തിൽ നേടിയ വിജയത്തേക്കാളും ഒട്ടും മോശമാകാത്ത വിജയമായിരിക്കും 2026 സർവശ്രീ രമേശ് ചെന്നിത്തലയുടെയും വി ഡി സതീശൻ്റെയും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും കൂട്ടായ നേതൃത്വത്തിൽ
UDF നേടാൻ പോകുന്ന വിജയം എന്ന് പ്രവചിക്കാനായിട്ട് വലിയ പ്രവാചകരൊന്നും ആവേണ്ട ആവശ്യമില്ല. പ്രവാചകത്വമേ വേണ്ട. 3 നേരം അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും ഒരു സർവേ നടത്താതെ ധൈര്യസമേതം പ്രവചിക്കാവുന്ന കാര്യമാണ്. പിന്നെ വന്നിട്ടും പോയിട്ടും ആകെ സംശയമുള്ളത് BJPക്ക് എന്ത് നേട്ടം ഉണ്ടാവും എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. BJPയുടെ നില മെച്ചപ്പെടും. BJPയുടെ നില മെച്ചപ്പെടുന്നത് BJPയുടെ മേന്മ കൊണ്ടല്ല. അത് ആൻറ്റി ഇൻകംബൻസിയുടെ ഒരു ഭാഗം BJPയിലേക്ക് പോകും എന്നുള്ളതുകൊണ്ടാണ്. ഭരണവിരുദ്ധ വികാരം പോലെ ഒരു പ്രതിപക്ഷ വിരുദ്ധ വികാരവും കേരളത്തിലുണ്ട്. അതിൻ്റെ ഗുണഭോക്താവ് തീർച്ചയായിട്ടും ഒരു പരിധിവരെ BJP ആയിരിക്കും. അതിൻ്റെ ഗുണം എന്തുമാത്രം ബാലറ്റ് യന്ത്രത്തിൽ പ്രകടിപ്പിക്കപ്പെടും, അത് BJP എത്ര സ്ഥലത്ത് ജയിക്കും എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റുകയില്ല. എന്നാലും തിരുവനന്തപുരം നഗരമണ്ഡലങ്ങളിൽ, തിരുവനന്തപുരം സെൻട്രൽ, അതുപോലെ വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, ഒരു പരിധിവരെ ആറ്റിങ്ങൽ, ചിറയൻകീഴ്, കാട്ടാക്കട, ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ, കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരും, പത്തനംതിട്ട ജില്ലയിലെ കോന്നി, ആറന്മുള പോലുള്ള മണ്ഡലങ്ങളിലും, തിരുവല്ലയിലും, പിന്നെ കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ, പാല മുതലായ പ്രദേശങ്ങളിലും, അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ, കുന്നത്തുനാട് മുതലായ മണ്ഡലങ്ങൾ, തൃശ്ശൂർ ജില്ലയുടെ തീരപ്രദേശത്തും തൃശ്ശൂർ നഗരമണ്ഡലത്തിലുമൊക്കെ BJPയുടെ സാന്നിധ്യം വളരെ ശക്തമായിരിക്കും. ഇതിൽ ഏതൊക്കെ സീറ്റ് അവർക്ക് ജയിക്കാൻ പറ്റും എന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ പറ്റുകയില്ല. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ BJP 2ാം സ്ഥാനത്ത് വരാൻ സാധ്യതയുണ്ട്. മലബാർ ഭാഗത്ത് പാലക്കാട്, മലമ്പുഴ, അതുപോലെ ബേപ്പൂർ, കോഴിക്കോട് നോർത്ത്, സൗത്ത്, പിന്നെ കാസർഗോഡ്, മഞ്ചേശ്വരം, ഇത്തരം സ്ഥലത്തും BJPയുടെ സാന്നിധ്യം വളരെ ശക്തമായിരിക്കും. അതിൽ ഏതെങ്കിലുമൊക്കെ സീറ്റുകൾ അവർ ജയിച്ചാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. അത് ഫാസിസത്തോടോ അല്ലെങ്കിൽ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തോടോ ഉള്ള താല്പര്യം കൊണ്ടല്ല. ജനങ്ങൾ UDFനും LDFനും വെറുത്ത ആളുകൾ ഇനി BJPക്ക് ഒരു അവസരം കൊടുത്തുകളയാം എന്ന് വിചാരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ്. ഇതൊന്നും ഏഷ്യാനെറ്റിനോ മനോരമയുടെ സർവേയിൽ കാണുന്നില്ല. കണ്ടാലും കണ്ടില്ലെങ്കിലും ഇതാണ് ഈ നാട്ടിലെ ഒരു സമൂർത്തമായ രാഷ്ട്രീയ യാഥാർത്ഥ്യം.